നിരീക്ഷകൻ റെജി ലൂക്കോസ് കൂടി ഒപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഞങ്ങളൊരു വാർത്ത പുറത്തുവിടുകയാണ്. അത് ഈ കേസിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലാണ്. അതായത് ക്ഷണിച്ചതാര്, ട്രെയിൻ ടിക്കറ്റ് എടുത്തതാര്, തിരിച്ചു പോകണമെന്നാവശ്യപ്പെട്ടിട്ടും ദല്ലാൽ അനുവദിക്കാത്തത് ഒക്കെ ആ പെൺകുട്ടി തുറന്നു പറയുന്നുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം തന്നെ ഈ വാർത്ത ഈ കുട്ടിയുടെ വെളിപ്പെടുത്തലെന്ന് പറഞ്ഞുകൊണ്ട് ചില മാധ്യമങ്ങളിൽ വന്നിരുന്നു. കുട്ടീനെ നിർബന്ധപൂർവ്വം കൊണ്ടുപോയതാണെന്നും കുട്ടിയുടെ അറിവോടെയല്ല കൊണ്ടുപോയതെന്നും അതുകൊണ്ട് ഈ രീതിയിൽ ഈ കന്യാസ്ത്രീകൾ കുറ്റവാളികളാണെന്ന് ചിത്രീകരിച്ചുകൊണ്ടുള്ള വാർത്തകളോട് വന്നിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഇവിടെ ഞാൻ വോട്ട് ചെയ്യുന്നത് കേരളത്തിന്റെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരയാണ്. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഡൽഹിയിൽ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, മനുഷ്യക്കടത്തോ കുട്ടികളുടെ സമ്മതമില്ലായ്മ അവർ കൊണ്ടുപോയിട്ടില്ല. ഇത് ഈ കേസ് നിലനിൽക്കുന്നതിൽ തെറ്റാണ്. ഞങ്ങൾ തീർച്ചയായിട്ടും ഇതിനെതിരെ പ്രതികരിക്കും. കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടും, ഛത്തീസ്ഗഡ് സർക്കാരിനോട് ആവശ്യപ്പെടും. ഛത്തീസ്ഗഡിലെ കേസ് പിൻവലിക്കുന്നതിന് വേണ്ടി അനൂപ് ആന്റണി എന്ന് പറയുന്ന അവരുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങോട്ട് അയക്കുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹം അവിടെ എത്തി. അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്യുന്ന വിഷ്വൽസ് എല്ലാം പുറത്തു വന്നു. ഇന്നലെ രണ്ടാം വട്ടം ജാമ്യം നിഷേധിക്കുന്നതിന് മുമ്പ് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു, അദ്ദേഹം അവിടെ പോയി സിസ്റ്റേഴ്സിനെ കാണുകയും ചെയ്തു ജയിലിൽ. അദ്ദേഹം പറഞ്ഞു, പ്രോസിക്യൂഷൻ എതിർക്കത്തില്ല, ഒരു കാരണവശാലും സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അവർക്ക് ജാമ്യം നിഷേധിക്കുന്ന നിലപാടെടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ ശക്തമായ നിലപാടെടുത്ത് അവർക്ക് ജാമ്യം നിഷേധിച്ചു. കേസ് NIA കോടതിയിലേക്ക് റെഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അതായത് ആൻസാമിക്ക് ലഭിച്ച അതേ വിധി തന്നെയാണ് ഒരു പരിധിവരെ സിസ്റ്റേഴ്സിന് ലഭിക്കാൻ പോകുന്നത്. ആ അവസ്ഥയായിരിക്കും പകരം ഇന്ത്യയിലെ മതേതരവാദികളായ മനുഷ്യർ മുഴുവൻ ഭയക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ബജരംഗ് ദളിന്റെ പ്രവർത്തകര്, തീവ്ര ഹിന്ദുത്വവാദികളായ ബജരംഗ് ദളിന്റെ പ്രവർത്തകര് പോലീസിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ആ പെൺകുട്ടികളെ മർദ്ദിക്കുകയും കന്യാസ്ത്രീകളുടെ മുഖത്ത് നോക്കി നിങ്ങൾ വിദേശത്ത് വന്ന് ഇവിടെ നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്തെ ഭക്ഷണവും വെള്ളവും എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഞങ്ങൾ രാജ്യത്ത് ദ്രോഹിക്കുന്നു എന്ന് വിദേശികളായി ചിത്രീകരിച്ചുകൊണ്ട് സംസാരിച്ച് ഈ ഒരു കുട്ടീനെ ഭീഷണിപ്പെടുത്തി ഈ രീതിയിലുള്ള പ്രസ്താവനകൾ പുറത്തുവിടുകയും, രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത് ഈ 3 കുട്ടികളുടെയും മാതാപിതാക്കളുടെ സമ്മതപത്രവും അവർക്ക് പ്രായപൂർത്തിയായെന്നും ഞങ്ങളുടെ സമ്മതത്തോടുകൂടി ഞങ്ങളുടെ മാതാപിതാക്കളുടെ അനുമതിയോടുകൂടി ഞങ്ങൾ പോകുന്നതാണെന്ന് 2 കുട്ടികൾ അവിടുത്തെ ലോക്കൽ മാധ്യമങ്ങളോട് ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് പറഞ്ഞത് നിങ്ങൾ തമസ്കരിക്കുക. ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സമൂഹം വിദേശികളാണോ? 2000 വർഷമായിട്ട് ഈ രാജ്യത്ത് ജീവിക്കുന്ന ഈ രാജ്യം അല്ല. ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ അതല്ലല്ലോ വിഷയം. അങ്ങ് പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു പെൺകുട്ടി പറയുന്നത് എന്താണ്? ടിക്കറ്റ് എടുത്തത്, സംഘത്തിൽ കൂടുതൽ പേരുണ്ട്, ക്ഷണിച്ചത് എന്തിന്, ഇതൊക്കെ കൃത്യമായി പറയുന്നുണ്ടല്ലോ. എനിക്ക് വീട്ടിലേക്ക് തിരികെ പോകണം എന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് കൊണ്ടുപോകുന്നു എന്നൊരു ചോദ്യമല്ലേ? ഈ പെൺകുട്ടിയുടെ മൊഴി വിശ്വസിച്ചല്ലേ മതിയാകൂ? അല്ല, അതിനുള്ള മറുപടിയാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. കാരണം ഒരു സംഘം വന്നിട്ട് ഈ രീതിയിൽ പറയണം എന്ന് പറഞ്ഞിട്ട് 8 മണിക്കൂർ മാധ്യമപ്രവർത്തകരെ പോലെ അകത്ത് കയറ്റാതെ കണ്ട്, 8 മണിക്കൂർ കോടതിയിൽ കയറ്റാതെ കണ്ട്, അവരെ തടഞ്ഞു നിർത്തി ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ ഒരു ബൈറ്റ് അടിപ്പിച്ചതിൽ എന്താണ് അത്ഭുതമുള്ളത്? തന്നെ വേണ്ടി ഈ കുട്ടികളുടെ സമ്മതത്തോടുകൂടിയാണെന്നും 3 പേര് 3 റൂട്ടിലാണ് അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, അവിടെ സിസ്റ്റേഴ്സ് അങ്ങോട്ട് പോയിട്ടില്ല. ഈ കന്യാസ്ത്രീകളെ സംബന്ധിച്ചോളം ആ മാതാപിതാക്കളുടെ സമ്മതപത്രത്തോടുകൂടി സമൂഹത്തിൽ ഏറ്റവും ദുർഘടമായ പാതറ്റിക് സിറ്റുവേഷൻ ജീവിക്കുന്ന ആ സമൂഹത്തിലേക്ക് മനുഷ്യരെ കൈപിടിച്ചുയർത്തി അവർക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ പെൺകുട്ടി പറഞ്ഞ ഈ രീതിയിലുള്ളൊരു വാദഗതിയെ മാത്രം ഇപ്പോൾ RV ബാബുചേട്ടൻ എന്റെ ഒരു ഫ്രണ്ടാണ് അദ്ദേഹം എന്താ പറഞ്ഞത്, ഛത്തീസ്ഗഡിൽ വേശ്യാവൃത്തിക്കെതിരെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. നിങ്ങൾ ഈ കന്യാസ്ത്രീകൾ ഈ കുട്ടികളെ വേശ്യാവൃത്തി കൊണ്ടുവന്നൊക്കെയാണോ ജനൻജീവി പോലുള്ള ചാനൽ മതേതരത്തിൽ വിശ്വസിക്കുകയും എല്ലാവരും പരസ്പരം ചെയ്യുന്ന കേരളം പോലൊരു സംസാരിച്ചുകൊണ്ട് അല്ല, ഒരു സെക്കൻഡ് റെജി ലൂക്കോസ്, ഒരു സെക്കൻഡ്. അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നറിയണമല്ലോ. ശ്രീ RV ബാബു മറുപടി. ഞാൻ ഈ കേസിൽ ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഞാൻ കോട്ട് ചെയ്യുകയാണ്. ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസ് മാത്രമല്ല, റെജി ലൂക്കോസ് ഇമോറൽ ട്രാഫിക്കിംഗ് ഛത്തീസ്ഗഡ് കേസ് നൺ കേസ് എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്കിയാൽ മതി ഗൂഗിളിൽ. അപ്പോ മനസ്സിലാവും. എനിക്കറിയില്ല, ഇതുവരെ മറ്റു മാധ്യമങ്ങൾ റിപ്പോർട്ടായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ് തുടർച്ചയായിട്ട് 3 ദിവസമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന്റെ കേസ് കൂടി ഇതിനകത്ത് വകുപ്പ് കൂടി ഇതിനകത്ത് ചേർത്തിട്ടുണ്ടെന്ന്. അത് ക്ലാരിഫൈ ചെയ്യേണ്ടതാണ്, വ്യക്തമാക്കേണ്ടതാണ് മറ്റു ഭാഗത്തു നിന്ന്. പക്ഷെ ഇന്ത്യൻ എക്സ്പ്രസ് തുടർച്ചയായിട്ട് അത് ചെയ്യുന്നു. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ അത് കാണും. ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്തയാണ്. ഇന്നലെ വൈകുന്നേരം ഞാൻ ന്യൂസ് 8ന്റെ ഡിസ്കഷന് പോണേക്ക് മുമ്പ് വീണ്ടും ചെക്ക് ചെയ്തു. അപ്പോഴും ഈ ഇമ്മോറൽ ട്രാഫിക്കിന്റെ വകുപ്പുകൾ ഒരു പത്രത്തിലല്ല, വയറ് പോലുള്ള ആന്റി ഹിന്ദു പത്രങ്ങളിലടക്കം ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ വ്യാപകമായിട്ട് ഛത്തീസ്ഗഡിലുണ്ട്.
ഇപ്പൊ തന്നെ റെജി ലൂക്കോസിന്റെ ഗവൺമെന്റ് അല്ലേ, റെജി ലൂക്കോസ് പിന്തുണയ്ക്കുന്ന സർക്കാരല്ലേ 2021 കുട്ടികളെ, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു എന്നുള്ള പേരിൽ 2 കന്യാസ്ത്രീകൾക്ക് അവരെ കേസെടുത്തത്? ഹ്യൂമൻ ട്രാഫിക്കിന്റെ പേരിലല്ലേ കേസെടുത്തത്? എന്തായിരുന്നു അന്ന് കേസെടുക്കാൻ കാരണം? അപ്പോ ആ കേസല്ലേ ഇപ്പോ ഛത്തീസ്ഗഡിൽ സംഭവിച്ചിട്ടുള്ളത്? അന്ന് കേരളത്തിലെടുത്ത കേസ് ശരിയും ഛത്തീസ്ഗഡിലെടുത്ത കേസ് തെറ്റുമാവുന്നത് എങ്ങനെയാ? ഇനി അത് മാത്രമല്ല, 2019 ഒറീസയിൽ നിന്നും ഛത്തീസ്ഗഡിൽ നിന്നും 11 പെൺകുട്ടികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ. ക്രിസ്ത്യൻ മഠങ്ങളിൽ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നു. അവരുടെ 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളുടെ ആധാറിൽ കൃത്രിമം നടത്തി കൊണ്ടുവന്നു എന്നാണ് കേസ്. മനോരമയുടെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരിക, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോവുക. ആഗ്രയിൽ നിന്നുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. 3 പെൺകുട്ടികളെ എവിടേക്ക് കൊണ്ടുപോകാൻ? ജോലിക്ക്. ആഗ്രയിൽ നിന്നും കുട്ടികളില്ലേ? യുപിയിൽ, ഛത്തീസ്ഗഡിൽ നിന്ന് കൊണ്ടുപോവുക. ഈ കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും രേഖകൾ ഉണ്ടായിരുന്നോ? ഇപ്പൊ പറയുന്നത് രക്ഷകർത്താക്കളുടെ കൺസെന്റ് ഉണ്ടായിരുന്നു എന്നാണ്. രക്ഷകർത്താക്കളുടെ കൺസെന്റ് പോരാ സർ, രക്ഷകർത്താക്കളുടെ കൺസെന്റ് പോരാ. കാരണം ജോലിക്കാണ് കൊണ്ടുപോകുന്നതെങ്കിൽ ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്ന അത് മാത്രമല്ലല്ലോ, ഈ രക്ഷകർത്താക്കളുടെ കൺസെന്റ് ആവശ്യം എന്താണ് ഇവിടെ? ഈ പെൺകുട്ടികൾ പ്രായപൂർത്തിയായവരാണ്, അവരാണ് ഈ പ്രതികരണം. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് തിരിച്ചു പോകാമല്ലോ. തീർച്ചയായും പ്രായപൂർത്തിയായ കുട്ടികളാണെങ്കിൽ മറ്റൊന്നുണ്ടെന്ന് ഇവര് മനഃപൂർവ്വം മൂടി വെക്കുന്ന ഒരു കാര്യമുണ്ട്. റെജി ലൂക്കോസ് അറിയാഞ്ഞിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. 2013 ഛത്തീസ്ഗഡ് പ്ലേസ്മെന്റ് ഏജൻസി ആക്ട് 2013 പറഞ്ഞൊരു നിയമമുണ്ട്. ഛത്തീസ്ഗഡ് പ്ലേസ്മെന്റ് ഏജൻസി ആക്ട് 2013. ആ നിയമം ഒന്നെടുത്ത് വായിക്കൂ റെജി ലൂക്കോസ്. ആ നിയമത്തിൽ കൃത്യമായിട്ട് ഛത്തീസ്ഗഡിൽ നിന്ന് ജോലിക്കോ മറ്റോ കാര്യങ്ങൾക്കോ വേണ്ടി കൊണ്ടുപോകുന്ന ആളുകളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യണം. ഒരു വ്യക്തികളാണെങ്കിൽ പോലും കൺട്രോളിംഗ് അതോറിറ്റി അറിയിക്കണം. ദർ ഇസ് എ ലോ. ആ ലോ അനുസരിച്ചിട്ടാണ് ഇപ്പൊ കേസ് വന്നിരിക്കുന്നത്. അപ്പോ ഇവർക്കൊന്നും നിയമം ബാധകല്ല എന്നാണോ റെജി ലൂക്കോസ് പറയുന്നത്? ഞങ്ങൾ എന്തും ചെയ്യും, ഒരു മതത്തിന്റെ പരിവേഷം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം, എന്തും തോന്നിവാസത്തിനും കൂട്ടുനിൽക്കണം എന്നാണോ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ പിണറായി വിജയനവർക്കെതിരെ കേസെടുത്തത്? അങ്ങനെയാണെങ്കിൽ അത് നമ്മളോട് പറയണ്ടേ? അപ്പൊ ഇത് ഏകപക്ഷീയമായിട്ട് ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഒരു കേസിനെ ഇത്രയും കോംപ്ലിക്കേറ്റ് ആക്കി ഇപ്പൊ പറയുന്നത് എന്താ? ഇന്ന് ഞാൻ മാതൃഭൂമി വായിച്ചിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് സെഷൻസ് കോടതിയിൽ സർക്കാർ വക്കീൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഈ കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്നതല്ല. സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചിട്ട് ഈ NIA ജൂറിസ്ഡിക്ഷനിൽ വരുന്ന NIA വകുപ്പിൽ വരുന്നതാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ്. അതുകൊണ്ട് ഈ കോടതിക്ക് ഇത് കേൾക്കാൻ പാടില്ല എന്നുള്ള വാദമാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ജാമ്യം കൊടുക്കരുതെന്ന് ഒന്നുമല്ല. കാരണം കോടതിയുടെ പരിഗണനയിൽ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് സർക്കാർ കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഞാൻ മാതൃഭൂമിയിൽ കണ്ട വാർത്തയാണ്. അപ്പോ NIA കോടതിയിലേക്ക് പോകേണ്ടി വരുന്നു. ഈ കേസിനെ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കാണ്. എന്തുകൊണ്ടാണ് റെജി ലൂക്കോസ് അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളൊന്നും മിണ്ടാത്തത്? ഭൂപേഷ് ബാഗേലിന്റെ വീടിന്റെ മുമ്പിൽ 2 മണിക്കൂർ ക്യൂ നിന്നു പത്രക്കാര്. അത് മാത്രമല്ലല്ലോ, ഇവിടുന്ന് UDF സംഘം അവിടേക്ക് പോയപ്പോൾ ആ UDF സംഘത്തെ അകത്ത് കയറ്റി വിടാതെ വന്നപ്പോൾ മാത്രം അവരെ അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ വന്ന് ഭൂപേഷ് ബാഗൽ ഇടപെടുന്നു, തിരിച്ചതേ വാഹനത്തിൽ പോകുന്നു. മിണ്ടുന്നില്ല വേറൊന്നും. 2 മണിക്കൂർ സമയം ക്യൂ നിന്നു ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണത്തിന് വേണ്ടി എന്ന് പറഞ്ഞത് ഇവിടുത്തെ കേരളത്തിലെ ഒരു പ്രമുഖ പത്രപ്രവർത്തകരാണ്. ഞാൻ അവരുടെ പേരൊന്നും പറയുന്നില്ല. ഓ ഇത്തരത്തിലുള്ള ഞാൻ പറയുന്നത് റെജി ലൂക്കോസ്, താങ്കൾ ഒരു പത്രപ്രവർത്തകനാണ്, പഴയ പത്രപ്രവർത്തകനാണ്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾ. നമുക്ക് ഈ വസ്തുതകളായിട്ട് കാണാതെ വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ പറയാം. രാജീവ് ചന്ദ്രശേഖർ അത് പറഞ്ഞു, ഇത് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് ഇതെല്ലാം ജമ്പിങ് ടു ദ കൺക്ലൂഷനാണ്. ജമ്പിങ് ടു ദ കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു അന്വേഷണത്തെ സംബന്ധിച്ചിടത്തോളം തെറ്റാണ്. ഞാൻ ചോദിക്കുന്നത്, അവിടെ ആ പെൺകുട്ടികൾക്ക് നീതി ലഭിക്കണ്ടേ? 3 പെൺകുട്ടികളുണ്ട്. അവർ ഈ പറയുന്നത് ശരിയാണെങ്കിൽ അവരെ ബലം പ്രയോഗിച്ച് പറയിപ്പിച്ച് അത് തിരിച്ചും പറഞ്ഞൂടെ? സ്വാധീനിച്ചു, ക്രൈസ്തവ സഭകൾ സ്വാധീനിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ കൊണ്ട് മാറ്റി പറഞ്ഞാണെന്ന് തിരിച്ചും പറഞ്ഞൂടെ? കേസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് സത്യം പുറത്തു വരട്ടെ. എന്തിനാണ് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ, കേസ് അന്വേഷണം തുടരട്ടെ. എന്തിനാണ് വെറുതെ ഇല്ലാത്തത് വിളിച്ചു പറയുന്നത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി? അത് കേരളത്തിലെ കോൺഗ്രസിനോട്, CPM-നോട്, ഇടതു വലത് മുന്നണികളോടാണ്. അവിടെ ഛത്തീസ്ഗഡിൽ ഒരു പ്രശ്നവുമില്ല. അവർ എല്ലാം കൃത്യമായി വിലയിരുത്തുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട്. ആ ഛത്തീസ്ഗഡിലെ വിവാദം ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നില്ല, ദുരുപയോഗപ്പെടുത്തി രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ഈ മണിക്കൂറിൽ, വരും മണിക്കൂറുകളിൽ പ്രസക്തമാണ്.